ഹലോ ഡിയർ NIOS +2 വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമുക്കറിയാം. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസ് എല്ലാം 2026 മുതൽ ചേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയതായി നമുക്ക് പഠിക്കാനുള്ള ഇംഗ്ലീഷ് പാഠത്തിൻ്റെ 3ാമത്തെ ലെസൺ തൊട്ടാണ് നമുക്ക് കാര്യമായി പരീക്ഷയ്ക്ക് വരാവുന്ന പാഠങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആൻ അസ്ട്രോളജിസ്റ്റ് ഡേ എന്നാണ്, ആൻ അസ്ട്രോളജിസ്റ്റ് ഡേ എന്ന് പറഞ്ഞൊരു കഥയാണ് 3ാമത്തെ ലെസൺ എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ലൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വാട്ട് അബൌട്ട് ദി സ്റ്റോറി, ഈ സ്റ്റോറി എന്തിനെ കുറിച്ചാണ്, ആരാണ് ഇതിൻ്റെ റൈറ്റർ, ഇത് ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവിടെ ആൻ അസ്ട്രോളജിസ്റ്റ് ഡേ ബൈ R.K. നാരായൺ. R.K. നാരായൺ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററുടെ ഒരു കഥയാണ്. അത് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ മാൻ, ഒരു മനുഷ്യന്റെ കഥയാണ് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഹു അൺഎക്സ്പെക്റ്റഡ്ലി ടേക്സ് അപ്പ് ദ പ്രൊഫഷൻ ഓഫ് എ അസ്ട്രോളജി. അപ്രതീക്ഷിതമായിട്ട് അസ്ട്രോളജി എന്ന തൊഴിൽ ചെയ്യേണ്ടി വന്ന ഒരാൾ ഇൻ എ ബിസി മാർക്കറ്റ് ഇൻ സൗത്ത് ഇന്ത്യൻ ടൗൺ. തെന്നിന്ത്യയിൽ വളരെ തിരക്ക് പിടിച്ച ഒരു തമിഴ്നാട് ഭാഗത്തുള്ള ഒരു ടൗണിലെ പശ്ചാത്തലമാണ് ഈ കഥയ്ക്ക് ആസ്പദമായിട്ടുള്ളത്. ഇത് R.K. നാരായണനാണ് എഴുതിയിട്ടുള്ളത്, നോട്ട് K.R. നാരായണൻ. K.R. നാരായണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ മാറിപ്പോൾ നമ്മുടെ മുൻ പ്രസന്റ് ആവും. R.K. നാരായൺ നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം വളരെ ഫാമിലി പശ്ചാത്തലവുമായിട്ടുള്ള കഥകളൊക്കെ ആയിരിക്കും. അപ്പം ഇവിടെ R.K. നാരായൺ ആൻ അസ്ട്രോളജിസ്റ്റ് ഡേ എന്ന ചെറുകഥയിൽ ഒരു സാധാരണ ജ്യോത്സ്യന്റെ ജീവിതത്തിലെ അസാധാരണമായ, ഇങ്ങനെ സാധാരണ ജ്യോത്സ്യന്റെ ജീവിതത്തിലെ അസാധാരണമായ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ കഥയിലേക്ക് പോകാം. ഇതിൻ്റെ സെക്ഷൻ 1ലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ പദാനുപദ തർജ്ജമയാണ് ചെയ്യുന്നത്. കാരണം ഇംഗ്ലീഷ് പല സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളുണ്ടായിരിക്കും, അതുകൊണ്ട് പെറുക്കി പറയേണ്ടി വരും. NIOS അല്ല, അതുകൊണ്ട് വളരെ സിമ്പിൾ ഹമ്പിൾ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് ലെസൺ ടോപ്പിക് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ PDF ടെക്സ്റ്റോ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ തരുന്ന ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങളിത് ഫോളോ ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് യു ആർ റെഡി. നമുക്ക് നോക്കാം. ഇവിടെ സെക്ഷൻ 1 ആണ് പറയുന്നത്. Punctually at midday, he opened his bag and spread out his professional equipment, which consisted of a dozen cowrie shells, a square piece of cloth with obscure mystic chart on it, and a notebook and bundle of Palmyra writing. നോക്കൂ, ഇവിടെ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജ്യോത്സ്യന്മാരുമായിട്ട് സുപരിചിതമായിരിക്കും അല്ലേ. നമ്മുടെ ഭൂതം, വർത്തമാനം, ഭാവി ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് രാശി പലയിൽ രാശി വെച്ച് നമ്മുടെ സ്റ്റാറിനെ നോക്കി, അഥവാ ജന്മനക്ഷത്രത്തെ കുറിച്ച് രാശി വെച്ച് ആ രാശിയിലൂടെ ഒരാളുടെ ഭൂതം, ഭാവി ഇതെല്ലാം പറയുന്നവരാണ് ജ്യോത്സ്യർ. നല്ല മാർക്കറ്റുള്ള പണിയാണ് അവർ. ഇന്ന് നമുക്ക് റോഡ് സൈഡിലൊക്കെ ജ്യോത്സ്യർ അഥവാ പണിക്കർ എന്ന് പറഞ്ഞ ബോർഡുകൾ നമുക്ക് കാണാം. പല മനുഷ്യർക്കും ഭാവിയെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ കൂടുതലാണ്. വാട്ട് ഐ വിൽ ബിക്കം ടുമാറോ, നാളെ ഞാൻ എന്താവും എന്നറിയുന്ന എല്ലാവർക്കും ജിജ്ഞാസ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ജിജ്ഞാസയുള്ള ആൾക്കാർക്ക് ജ്യോത്സ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മാത്തമാറ്റിക്കൽ സയൻസ് ആണ്. അത് പഠിക്കാനൊക്കെ ഒത്തിരി പ്രയാസമാണ്. ഹോരശാസ്ത്രം ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെ 10-15 കൊല്ലം കൊണ്ടേ ഒരു ഒറിജിനൽ ജ്യോത്സ്യരാവുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് റോഡിൽ അങ്ങോളം ഇങ്ങോളം ബോർഡ് വെച്ചിരിക്കുന്ന ജ്യോത്സ്യന്മാരൊന്നും, അസ്ട്രോളജി ആൻഡ് അസ്ട്രോളജർ, അസ്ട്രോളജി ജ്യോത്സ്യത്തെ കുറിച്ച് പഠിക്കുന്ന ഭാഗമാണ്. അസ്ട്രോളജർ അത് പ്രവചനം നടത്തുന്ന ആളെയാണ് അസ്ട്രോളജർ എന്ന് പറയുന്നത്. ഇവിടെ ഈ കഥയിൽ R.K. നാരായൺ നമ്മുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിട്ടൊരു തമിഴ്നാടൻ ബിസി ആയിട്ടുള്ള ഒരു ടൗണിന്റെ പശ്ചാത്തലമാണ് നമുക്ക് ഒരുക്കി തരുന്നത്. നോക്കൂ എന്താ പറയുന്നത്. പങ്ക്ച്വലി വളരെയധികം ബഹുമാന്യതയോടെ, ആദരവോടുകൂടി, പഞ്ച്വാലിറ്റി ഉള്ളവരാണ് പങ്ക്ച്വാലിറ്റി. അറ്റ് മിഡ് ഡേ, നട്ടുച്ച സമയത്ത്, മിഡ് ഡേ എന്ന് പറഞ്ഞിട്ട് ഹി ഓപ്പൺഡ്, അവൻ തുറന്നു. എന്ത്? ഹിസ് ബാഗ്, അവൻ്റെ ഒരു ബാഗും, ആൻഡ് ബാഗിൽ നിന്ന് സ്പ്രെഡ് ഔട്ട്, പുറത്തേക്ക് എടുത്ത് നിരത്തി വെച്ചു.
പ്രൊഫഷണൽ എക്യുപ്മെന്റ്. നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അതിന്റെ എക്യുപ്മെന്റ് വേണം അല്ലേ? പാശാരിപ്പണിക്ക് വേണമെങ്കിൽ ഉളി മുതലായ സാധനങ്ങൾ, അതുപോലെ ഈ പണിക്കന്മാരുടെ കയ്യിൽ അവരുടേതായ കുറെ പ്രൊഫഷണൽ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. അവരുടേതായ ചില കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട ചില സാമഗ്രികൾ വേണം. അപ്പം ഒരു ഡോക്ടർ ആണെങ്കിൽ സ്റ്റെതസ്കോപ്പ് മുതലായ എക്യുപ്മെന്റ് വേണ്ടേ? ഇപ്പൊ എഞ്ചിനീയർ ആണെങ്കിൽ അത് വരച്ചുണ്ടാക്കേണ്ട ആ ബോർഡുകൾ അത് ഇതൊക്കെ വേണം. അതുപോലെ ഇദ്ദേഹത്തിന്റെ എക്യുപ്മെന്റ് എന്തൊക്കെയാണ്? എക്യുപ്മെന്റ് വിച്ച് അത് കൺസിസ്റ്റഡ് ഉൾക്കൊള്ളുന്നു ഓഫ് എ ഡസൻസ് ഓഫ് ഒരു ഡസനോളം എന്ത് കവറി ഷെൽ എന്ന് പറഞ്ഞാൽ കവടി എന്ന് പറയും. അതായത് കവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിൽ നിന്ന് മുങ്ങിയെടുക്കുന്ന ചെറിയ ചെറിയ ഒരു സൈസ് ടൈപ്പ് ഷെല്ലാണ്. അത് ഒരു സൈസ് ചെറിയ ശംഖിന്റെ ചെറിയ മണികൾ. അത് കവടി എന്നാണ് തന്നെ പറയാറ്. അപ്പൊ ഈ പണിക്കന്മാരുടെ കയ്യിൽ ഒരു കവടി സഞ്ചി ഉണ്ടാവും. ആ കവടി സഞ്ചിയിൽ കുറെ ഇങ്ങനെ ചെറിയ ചെറിയ കവടി എന്തുണ്ടാവും. അത് എടുത്തിട്ട് ഇങ്ങനെ കറക്കിയിട്ടാണ് അവർ വാരിയെടുത്ത് അതിന്റെ എണ്ണൊക്കെ നോക്കിയിട്ടാണ് ഈ ശാസ്ത്രം പറയുന്നത്. അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഡസനോളം കവറി ഷെല്ലുണ്ട്. പിന്നെന്താണ് കയ്യിലുള്ള എ സ്ക്വയർ പീസ് ഓഫ് ക്ലോത്ത്, ഒരു ചതുരത്തിലുള്ള ഒരു തുണി കഷ്ണം അല്ലെ, ഒരു ബാനർ പോലെ സ്ക്വയർ എന്ന് പറഞ്ഞ ചതുരത്തിലുള്ള പീസ് കഷ്ണം. അത് ക്ലോത്ത് അത് വളരെ ഒബ്സ്ക്യൂർ മിസ്റ്റിക് ആയിട്ടുള്ള വളരെ അതീവ രഹസ്യമായിട്ടുള്ള ഒരു ചാർട്ട് അതിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കൈ നോക്കുന്നവരൊക്കെ പൂരപ്പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ഒരു കൈ രേഖയുടെ ചാർട്ടൊക്കെ വരച്ച്, അതുപോലെ ഈ ജ്യോത്സ്യനും അദ്ദേഹത്തിന്റെ രാശിചക്രമൊക്കെ വരച്ചിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള രാശിചക്രമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും. അതിന്റെ ഒരു ചതുരത്തിലുള്ള ഒരു കള്ളിയായിട്ട് അതിൽ ബുധൻ അവിടെ, ശുക്രൻ ഇവിടെ, ശനി ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു ചാർട്ട്. അതാണ് നമുക്ക് അത് ഒബ്സ്ക്യൂർ മിസ്റ്റിക് ആയി തോന്നും. ഒരു ഭയങ്കര രഹസ്യമായിട്ടുള്ള ഒരു ചാർട്ട് ഓണിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചാർട്ടൊക്കെ വരച്ചിട്ടുള്ള ഒരു തുണി കഷ്ണം വലിച്ചു കെട്ടിയിട്ടുണ്ട്. അത് പിന്നെന്താ നോട്ട്ബുക്ക്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ട് ഈ കുറിപ്പൊക്കെ എഴുതി വെക്കാൻ വേണ്ടി. ആൻഡ് എ ബണ്ടിൽ ഓഫ് പാൾമിറ റൈറ്റിംഗ്, ഒരു കെട്ട് താളിയോല ഗ്രന്ഥങ്ങൾ. പാം എന്ന് പറഞ്ഞ പനയോല. ഈ പിന്നെ പണ്ടൊക്കെ ഈ ജാതകമൊക്കെ എഴുതുന്നത് പനയോലയുടെ ഓലയിലായിരിക്കും. പണ്ടുള്ള സ്ക്രിപ്റ്റേഴ്സൊക്കെ പനയോലയിലാണ്. അപ്പൊ അതിനെ ഗ്രന്ഥക്കെട്ടെന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൽമിറ റൈറ്റിംഗ്, ഗ്രന്ഥക്കെട്ട്, ബുക്ക്, പിന്നെ കവടി സഞ്ചി, ഒരു പലയ, ഇതൊക്കെ പാടെ റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചു. എത്ര സമയപ്പെടാം? മിഡ് ഡേ, നട്ടുച്ച സമയത്ത്. അപ്പൊ ഈ തമിഴ്നാടുകളിലൊക്കെ മിക്കവാറും ഭയങ്കര തിരക്ക് പിടിച്ച ടൗണിലൊക്കെ പലവിധ ആൾക്കാരും ഉണ്ടാവും അവിടെ അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതെല്ലാം അദ്ദേഹം ഉച്ച സമയത്ത് എടുത്ത് നിരത്തി. എന്നിട്ടോ നമുക്ക് അയാളെ പ്രൊഫൈൽ നോക്കാം. അയാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു? ഹിയർ ആർ.കെ. നാരായൺ ഗിവ്സ് യു എ വെരി ക്ലിയർ കട്ട് പിക്ചർ ഓഫ് ദറ്റ് മാൻ. എന്താ? ഹിസ് ഫോർഹെഡ്, അവന്റെ നെറ്റിയില് വാസ് എന്താണ് കാണുന്നത്? നമുക്ക് ഒരു റെസ്പ്ലൻഡന്റ് ആയിട്ടുള്ള തിളങ്ങുന്ന, റെസ്പ്ലൻഡന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഷൈനി, തിളങ്ങുന്ന വിത്ത് സാക്രഡ് ആഷ്, വളരെ പവിത്രമായിട്ടുള്ള ആഷ് എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം വെണ്ണീര് എന്നല്ല, ഭസ്മം. ആൻഡ് വെർമലിയൻ, ഒരു ഭസ്മം ഇങ്ങനെ ഭസ്മക്കുറിയിട്ട് ഒരു വെർമലിയൻ, ഒരു ഗോപിക്കുറി. വെർമലിയൻ എന്ന് പറഞ്ഞാൽ സാധാരണ സിന്ദൂരപ്പൊട്ടാണ്. അതിങ്ങനെ ഗോപിക്കുറിയായിട്ട് മേലേക്ക് വരച്ച ചില വേഷങ്ങൾ കെട്ടുമ്പോൾ ജനങ്ങൾക്ക് അട്രാക്ഷൻ ഉണ്ടാകുന്ന രീതിയിൽ ചില വേഷവിധാനങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ വേഷവിധാനം എന്ന് പറയുന്നത് ഇതാണ്. അയാളെ മുഖത്തേക്ക് നോക്കൂ. അയാളെ വിശാലമായ നെറ്റിയിൽ ചന്ദനം പൂശിയിട്ടുണ്ട്. ഒരു വടക്കേന്ത്യയിലൊക്കെ പോയാൽ നമുക്ക് കാണാം ഒരു വെർമലിയൻ ഗോപിക്കുറി വരച്ചിരിക്കുന്നു സിന്ദൂരത്തിന്റെ. ആൻഡ് ഹിസ് ഐസ്, അവന്റെ കണ്ണുകൾ നോക്കൂ, സ്പാർക്കിൾഡ്, തിളങ്ങി നിൽക്കുന്നുണ്ടെന്നാണ്. സ്പാർക്കിൾഡ് വിത്ത് എ ഷാർപ്പ് അബ്നോർമൽ ഗ്ലീം, ഒരു അസാധാരണമായ തിളക്കം. അബ്നോർമൽ, അസാധാരണമായ മൂർച്ചേറിയ ഗ്ലീം, തിളക്കം, ഒരു പ്രകാശം. വിച്ച് വാസ്, അത് റിയലി വാസ്തവത്തില് ആൻ ഔട്ട്കം, അനന്തരഫലമാണ് ഓഫ് കണ്ടിന്യൂവൽ സെർച്ചിങ്, തുടർച്ചയായി ഗവേഷണം നടത്തുന്ന, അന്വേഷിക്കുന്നത്. സെർച്ചിങ് ലുക്ക് ഫോർ കസ്റ്റമേഴ്സ്, തൻ്റെ അടുത്തേക്ക് വരുന്ന ഉപഭോക്താക്കളെ, കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രസരിപ്പ് അദ്ദേഹത്തിന്റെ മുഖത്തിൽ പ്രകടിതമാണ്. പ്രത്യേകിച്ച് കുറച്ച് ഒരു ചന്ദനാദികളൊക്കെ തേച്ച് ഭസ്മക്കുറികളൊക്കെ ഇട്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഏത് തൊഴിലിന്റെയും അല്ലേ? അപ്പൊ തന്റെ ഭാവി ഭൂതം ഇതൊക്കെ അറിയാൻ വരുന്ന ആൾക്കാരെ ഒരു വിശ്വാസപരമായി തന്നിലേക്ക് ആകർഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ വേഷവിധാനവുമാണ് അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ്. ബട്ട് എന്നാൽ വിച്ച്, അത് സിമ്പിൾ ആണ് അദ്ദേഹത്തിന്റെ. വിച്ച് ഹിസ്, അവന്റെ സിമ്പിൾ ക്ലയൻസ്, ക്ലയന്റ് എന്ന കക്ഷികൾ
ടുക്ക് എടുക്കുന്നു ടു ബി പ്രൊഫറ്റിക് ലൈറ്റ്. അതൊരു പ്രൊഫറ്റിക് ലൈറ്റായിട്ട്, പ്രവാചക പ്രകാശമായിട്ടാണ് ഈ തൻ്റെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സ് അതിനെ കാണുന്നില്ലേ. ഈ ജോലിയൊക്കെ ചെയ്യുന്നവരും പൂജാരികളും ഒക്കെ അവരുടെ മുഖത്തൊരു പ്ലസന്റ് ഭാവം ഉണ്ടായിരിക്കും. അവിടെ വരുന്ന ഭക്തന്മാരെ മനഃശാസ്ത്രപരമായി ആകർഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വേഷവിധാനമായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക വേഷവിധാനത്തോടെ, പ്രത്യേക തിളങ്ങുന്ന കാന്തിയോടുകൂടിയ മുഖപ്രസന്നതയോടുകൂടി ഉള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ലുക്ക് ഫോർ കസ്റ്റമേഴ്സ് ബട്ട് വിച്ച്, എന്നാൽ അത് സിമ്പിൾ ക്ലയൻസ് ആയിരിക്കുമല്ലോ അയാളുടെ അടുത്തേക്ക് വരിക, ലളിതമായിരിക്കുന്ന കക്ഷികൾ. ടുക്ക് ടു ബി, അവരിത് എടുക്കപ്പെടുന്നു ടുക്ക് ടു ബി പ്രൊഫറ്റിക് ലൈറ്റായിട്ട്. എന്താണത് പ്രൊഫറ്റിക് എന്ന് പറഞ്ഞാൽ? ഒരു പ്രവാചക പ്രകാശമായിട്ട്, ഒരു ഓറ ലൈറ്റായിട്ട്. ആൻഡ് ഫെൽറ്റ് കംഫർട്ടഡ്, അവർക്ക് നല്ല കംഫർട്ട് തോന്നും ഇത് കാണുമ്പോൾ. ഒരു വിശ്വാസം. അപ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ വിശ്വാസത്തെ നേടിയെടുക്കുന്നതിന് രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള വേഷവിധാനത്തോടു കൂടിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം, ഈ അസ്ട്രോളജർ. അപ്പൊ നമ്മളിവിടെ എന്ത് കണ്ടു? അങ്ങ് ഒരു കുഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ ഒരു ടൗൺ, ചെറിയ കൊച്ചു ടൗണ്. ആ ടൗണിന്റെ വഴിയോരത്ത് ജനങ്ങളുടെ ഭാവി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യോത്സ്യർ, ഒരു പണിക്കർ ആ റോഡ് സൈഡിൽ ഉച്ച സമയത്ത് വന്ന് തൻ്റെ സാമഗ്രികളെല്ലാം നിരത്തിയിരുന്നു. ഇനി ആരെ കിട്ടണം? തൻ്റെ കസ്റ്റമേഴ്സിനെ ചാക്കിടണം. ദെൻ ഇനി നോക്കൂ, ദ പവർ ഓഫ് ഹിസ് ഐസ്, അവൻ്റെ കണ്ണുകളുടെ ആ മാസ്മരിക ശക്തി ഉണ്ടല്ലോ, പവർ ഓഫ് ഹിസ് ഐസ്. ചില ആൾക്കാരെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ വീഴും അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മാസ്മരിക ശക്തി, പവർ ഓഫ് ഹിസ് ഐസ്, കൺസിഡറബിളി പറയത്തക്കതായിട്ട് എൻഹാൻസ്ഡ്, വർദ്ധിപ്പിക്കുന്നുണ്ട് ബൈ ദെയർ പൊസിഷൻ, അതിന്റെ സ്ഥാനം. ആ കണ്ണ് വെച്ചിരിക്കുന്ന സ്ഥാനം നോക്കിയാൽ തന്നെ, ആ കണ്ണിലെ തിളക്കം നോക്കിയാൽ തന്നെ തൻ്റെ തൊഴിലിൽ പറയത്തക്കതായ ഒരു എൻഹാൻസ്മെന്റ് നേടിക്കൊടുക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കണ്ണിലെ തേജോമയമായ തിളക്കം. പിന്നെ പൊസിഷൻ പ്ലേസ് ആസ് ദേവർ ബിറ്റ്വീൻ, ആ കണ്ണ് വെച്ചിരിക്കുന്ന ബിറ്റ്വീൻ എവിടെയാണ്? ഈ കണ്ണ് രണ്ടും വെച്ചിരിക്കുന്നത് അതിന്റെ നടുക്കാണ്. എന്ത്? പെയിന്റഡ് ഫോർ ഹെഡ്, പെയിന്റ് അടിച്ച നെറ്റിത്തല. എന്താ പെയിന്റ് അടിച്ച ഏഷ്യൻ പെയിന്റ് അല്ല, പിന്നെ ഭസ്മം പൂശിയിട്ടില്ലേ. പിന്നെ ഒരു വെർമലിയൻ ഗോപിക്കുറി ഉണ്ടല്ലോ. ആൻഡ് ദ ഡാർക്ക് വിസ്കേഴ്സ്, പിന്നെ കറുത്ത മുടി രോമങ്ങൾ, വിസ്കേഴ്സ് ആണ് ഇങ്ങനെ ആടി കളിക്കുന്നത്. വിച്ച് സ്ക്രീംഡ്, അതിങ്ങനെ സ്ക്രീമായിട്ട് ഒരു നിരനിരകളായിട്ട് സ്ക്രീം ഡൗൺ ഹിസ് ചീക്ക്, തൻ്റെ കവിളിലേക്ക് ഇങ്ങനെ മുടി താഴത്തേക്ക് തൂങ്ങി. വിസ്കർ ശരിക്കും കുഞ്ചിരോമം എന്നൊക്കെ പറയും. ഇവിടെ അർത്ഥം അയാളുടെ തലമുടി ഇങ്ങനെ ചുരുണ്ട മുടി, തൻ്റെ ചീക്ക് കവിള് വരെ ഇങ്ങനെ ആടിക്കളിക്കുന്ന മുടികള്, തിളക്കമാർന്ന കണ്ണുകള്. ഇവിടെയൊക്കെ കഥാകൃത്ത് നമുക്ക് അയാളുടെ ഒരു ചിത്രം തരികയാണ്. ആൻഡ് ഇതൊക്കെ പാടെ കണ്ടാൽ ഈവൺ എ ഹാഫ് വിറ്റ് സൈസ്, ഒരു പകുതി വിറ്റോട് കൂടിയ കണ്ണുകള് വുഡ് സ്പാർക്കിൾ, മിന്നി തിളങ്ങും. ഇൻ സച്ച് എ സെറ്റിംഗ്, അങ്ങനത്തെ ഒരു പ്രത്യേക സെറ്റിങ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക സെറ്റിങ് മേക്കപ്പോട് കൂടി നിൽക്കുമ്പോൾ അവിടെ വരുന്ന ഡിവോട്ടീസ് അഥവാ അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സിന് ഒരു പ്രത്യേക മാസ്മരിക കാന്തി പ്രഭ വലയം സൃഷ്ടിച്ചെടുക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വേഷവിധാനം എന്ന്, അത്രേ ഉള്ളൂ. പിന്നെ ടു ക്രൗൺ ദ എഫക്റ്റ്, ടു ക്രൗൺ ദ എഫക്റ്റ് he won a saffron colored turban around his head. ഇനി നോക്കും, ഇതിനെ ഒന്നുകൂടിയും ഒരു കിരീടദാന എഫക്റ്റ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കിരീടം വെച്ചാലുള്ള എന്ന രീതി, ഒരു രാജാവിന് തലയിൽ കിരീടം വെക്കുമ്പോഴല്ലേ ഏറ്റവും ആകർഷണം. അപ്പൊ ഇവിടെ ക്രൗൺ എന്നാണ്, ശരിക്കും കിരീടം എന്നാണ്. ഇവിടെ ടു ക്രൗൺ ദ എഫക്റ്റ് എന്നാലോ, ഒരു കിരീടദാന എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹി വൂണ്ട് വൈൻഡിന്റെ പാസ്റ്റൻസ് ആണ്, ഇങ്ങനെ വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. വൈൻഡ് WIND, വരിക എന്നർത്ഥമുണ്ട്. വൂണ്ട് നൗൺ എടുക്കുമ്പോൾ മുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതല്ല, വൈൻഡിന്റെ പാസ്റ്റൻസ് ആണ്. ദ എന്ത്? ഒരു സഫ്രോൺ കളറുള്ള, കാവി കളറുള്ള കളേർഡായ ടർബൺ, ഒരു തലപ്പാവ് അറൗണ്ട് ഹിസ് ഹെഡ്. ഈ വടക്കേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ നെറ്റിയുടെ മുകളിലൂടെ ഒരു തലപ്പാവ്, സിക്കാറ കെട്ടുന്നില്ലേ, അതുപോലെ ഇവനൊരു കാവി വസ്ത്രം കൊണ്ട് ഒരു തലപ്പാവും കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ കണ്ട ഒരു കിരീടം വെച്ച എഫക്റ്റ് ഉണ്ട് അദ്ദേഹത്തിന് അല്ലേ, ആ പണിക്കെടുത്ത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രത്യേക വേഷവിധാനം, അത് ഒരു കിരീടം വെച്ചാൽ എന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു തലപ്പാവ് അദ്ദേഹം
സഫ്രോൺ കളറുള്ളത് കെട്ടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം എന്തൊക്കെയാണ്? ഇങ്ങനെ വിസ്കർ ആടി കളിക്കുന്നു, ചന്ദനം അല്ല ആഷ് ഭസ്മം പൂശിയിരിക്കുന്നു, അതിൻ്റെ നടുവിലൂടെ ഒരു ഗോപിക്കുറി, പിന്നെ ഒരു തലപ്പാവ് കൊണ്ട് ഒരു കിരീടം ചാർത്തിയിരിക്കുന്നു. ഇതൊക്കെ പാടെ കണ്ടാൽ ഏതൊരാളും വീഴും. അവൻ പരമഭക്തനാണ്, ശുദ്ധനാണ് എന്ന് തോന്നിപ്പിക്കും. അല്ലെങ്കിൽ ചില പ്രത്യേക ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിന് അതിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട്, അല്ലേ? ഇപ്പം ഈ ബിസിനസ് എക്സിക്യൂട്ടീവ്സൊക്കെ കണ്ടില്ലേ, അവർ ടൈ ഒക്കെ കെട്ടി കോട്ടൊക്കെ ഇട്ട്, എന്താ സത്യം പറഞ്ഞാൽ ടൈയും കോട്ടിനൊന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ കെട്ടിയാലേ അയാളൊരു ബിസിനസ് മാനേജറാണ് എന്നൊക്കെ നമുക്ക് തോന്നിക്കുള്ളൂ, അല്ലേ? ഹെഡ്. ദെൻ ദിസ് കളർ, ഈ കളറ് സ്കീം നെവർ ഫെയിൽഡ്, ഒരിക്കലും മങ്ങാറില്ല. ഈ പ്രത്യേക വേഷവിധാനത്തിൻ്റെ കളറ് അത് മങ്ങിപ്പോകാറല്ല. ഇനി പീപ്പിൾ, ജനങ്ങൾ വേറെ അട്രാക്റ്റഡ് ഹിം, ഇതൊക്കെ പാടങ്ങൾ വരുമ്പോൾ ജനങ്ങൾ അവളിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യും, ആകർഷിക്കും. അട്രാക്റ്റഡ് ഹിം, അവൻ്റെ അടുത്ത് ഏതുപോലെ? ആസ് ആണ് പോലെ, ബീസ് തേനീച്ചകൾ വേറെ അട്രാക്റ്റർ ആകർഷിക്കപ്പെടുന്നത് പോലെ ടു കോസ്മോസ് ഫ്ലവറിനോട്, പൂച്ചെടിയോട്, ഓർ ഡാലിയ, ഒരു എന്താ പറയുക, കോസ്മോസ് പറഞ്ഞാൽ മാങ്ങ എന്നറി ചെടിയെന്നോ അല്ലെങ്കിൽ പൂച്ചെടി എന്നൊക്കെ പറയും. ഒരു പൂച്ചെടിയിലേക്കോ ഒരു ഡാലിയ പൂക്കൂട്ടത്തിലേക്കോ സ്റ്റാക്കർ അതിൻ്റെ ബഞ്ച്, അതിലേക്ക് തേനീച്ച ഭൂ പറഞ്ഞ് ആകർഷിക്കുന്നത് പോലെ ഓരോരോ ജനങ്ങളും ഇദ്ദേഹമാകുന്ന ഡാലിയ പൂവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആകർഷിച്ച് വരത്തക്ക രീതിയിലുള്ള പ്രത്യേക വേഷവിധാനമാണ് അദ്ദേഹം കെട്ടിയിരിക്കുന്നത്. ക്ലിയർ? അങ്ങനെയുള്ള അവൻ, ഹി സാറ്റ്, അവൻ ഇരുന്നു, അണ്ടർ, അടിയിൽ. എവിടെ ഇരിക്കുന്നത്? അണ്ടർ ദ ബോക്സ് ഓഫ് സ്പ്രെഡിങ് ടാമറിൻ ട്രീ. തമിഴ്നാട്ടിലൊക്കെ പോയാൽ നമുക്ക് ധാരാളം കാണുന്ന മരമാണ് ടാമറിൻ. ടാമറിൻ എന്ന് പറഞ്ഞാൽ എന്താ? പുളി. ഒരു പുളിമരച്ചോട്ടിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇതൊക്കെ പരത്തിയിട്ട്, സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ പരന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പുളിമരത്തിന്റെ അടിയിലൊരു തറയിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ ചിത്രം വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ടാമറിൻ, വിച്ച് അത്, ആ പുളിമരമാട്ടെ എന്ത് ചെയ്തു? ഫ്ലാങ്ക്ഡ് എ പാത്ത്, ഒരു വഴിയെ നിരകളാക്കിയിട്ട് അരികുകളാക്കി വെച്ചിരിക്കും. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വഴിയുടെ അരികിലൂടെ ഒക്കെ നിറയെ ഈ പുളിമരം കാണും. ഫ്ലാങ്ക്ഡ് ആണ് എഡ്ജഡ് എന്നാണ് അർത്ഥം. അരികുകളുള്ള പാത്ത്, വഴി, രണ്ട് സൈഡ് ഇങ്ങനെ അരികുള്ള വഴിയിൽ ഒരു അഗ്രഭാഗത്ത് നിൽക്കുന്ന വിശാലമായി പരന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പുളിമര ചുവട്ടിലാണ് അദ്ദേഹം ഇതെല്ലാം ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. പാത്ത് എന്ന വഴി. റണ്ണിങ് ത്രൂ, അത് ഏതിലൂടെയാണ് വഴി കടന്നു പോകുന്നത്? ത്രൂ ടൗൺ ഹാൾ പാർക്ക്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടൗൺ ഹാൾ പാർക്കുണ്ട്. ആ ടൗൺ ഹാൾ പാർക്കിന്റെ ലേക്ക് പോകുന്ന റോഡാണ്. റോഡ് റീച്ച് അപ്പ് ടു ദ ടൗൺ ഹാൾ പാർക്ക്. അങ്ങനെ ഒരു ടൗൺ ഹാളിലേക്ക് പോകുന്ന റോഡിന്റെ സൈഡിലാണ് ഈ പണിക്കര്. നമ്മളിപ്പോഴും കഥയിലേക്കൊന്നും കടന്നിട്ടില്ല, ആ കഥയുടെ പശ്ചാത്തലത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പാർക്ക്. ആൻഡ് ഇറ്റ് വാസ് എ റിമാർക്കബിൾ പ്ലേസ്. ഈ സ്ഥലം പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ്. എ റിമാർക്കബിൾ പ്ലേസ് ഇൻ മെനി വേ. പല രീതിയിലും ഈ സ്ഥലം എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ്. റിമാർക്കബിൾ എന്ന് എടുത്തു പറയാവുന്ന എന്തൊക്കെയാണ്? അവിടെ നോക്കൂ. എ സർജിങ് ക്രൗഡ്, തിക്കി ഞെരുങ്ങി വരുന്ന ജനാവലി, തള്ളിക്കേറി വരുന്ന ക്രൗഡാണ് ജനക്കൂട്ടം. വാസ് ആൾവേസ്, എപ്പോഴും മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ടാവും, കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ദിസ് നാരോ, ഈ ഇടുങ്ങിയ റോഡിലൂടെ മോർണിംഗ്, അല്ലെ, അങ്ങനെ റോഡ് മോർണിംഗ് ടിൽ നൈറ്റ്, എപ്പുറ തൊട്ട് എപ്പുറ വരെ? സുപ്രഭാതം തൊട്ട് വൈകുന്നേരം രാത്രിയാകുന്നവരെ അതിയായി ജനത്തിരക്ക്, തിക്കും തിരക്കും ഉള്ള ഒരു റോഡാണ് ഈ ടൗൺ ഹാൾ പാർക്കിലേക്കുള്ള റോഡ്. അങ്ങനെയുള്ള തിക്കും തിരക്കുള്ള റോഡിന്റെ സൈഡിലാണ് തൻ്റെ ബിസിനസ്സിനർത്ഥം ഈ കൈനോക്കുന്നവരൊക്കെ ഇരിക്കുന്നത് പോലെ. ഇവിടെ കൈനോക്കുന്ന ആളല്ല, മിക്കവാറും ജ്യോത്സ്യന്മാർക്കൊക്കെ കൈനോക്കും അറിയും, മുഖം നോക്കും ഒക്കെ അറിയും, അപ്പം കൈരേഖാശാസ്ത്രം. അപ്പം അതുപോലെ ഇദ്ദേഹം ഭാവി പ്രവചനം നടത്താൻ വേണ്ടി തൻ്റെ കോപ്പും കൊഴുപ്പും സാമഗ്രിയും ഒക്കെ കൂട്ടിയിട്ട് ആ വഴിയിലിരിക്കുകയാണ്. അതാണ് നമ്മുടെ പിക്ചർ, അല്ലേ? എ വെറൈറ്റി ഓഫ് ട്രേഡ്സ്. ആ അങ്ങാടിയിലാകട്ടെ പലവിധ കച്ചവടങ്ങൾ നമുക്ക് കാണാം. ഏതാണ്? എ വെറൈറ്റി ഓഫ് ട്രേഡ്സ് ആണ് പലവിധ കച്ചവടം. എന്താ? ആൻഡ് ഓക്യുപ്പേഷൻ, തൊഴിലുകൾ. അവിടെങ്ങളിലൊക്കെ പലവിധ, ആ റോഡിൽ പലവിധ കച്ചവടക്കാരെ നമുക്ക് കാണാം. എ വെറൈറ്റി ഓഫ് ട്രേഡേഴ്സ് നമുക്ക് കാണാം. എന്തൊക്കെയാണ്? പലവിധ ഓക്യുപ്പേഷൻ, തൊഴിലുകൾ. വാസ് റെപ്രസെൻറ്റഡ്, പ്രതിദാനം ചെയ്യുന്നു, അലോങ് ഇറ്റ്സ് വേ, ആ റോഡിന്റെ വഴിയിലൂടെ
പലവിധ കച്ചവടത്തിൻ്റെയും പലവിധ തൊഴിലിൻ്റെയും പ്രതിദാനങ്ങളാണ്. എന്തൊക്കെയാ കാണുന്നത്? അവിടെ മെഡിസിൻ സെല്ലേഴ്സ് ഉണ്ട്. തമിഴ്നാടല്ലേ? എന്താ വൈദ്യന്മാരും മരുന്ന് വിൽക്കുന്നവരുണ്ട്, മെഡിസിൻ സെല്ലേഴ്സ്. പിന്നെ സെല്ലേഴ്സ് ഓഫ് സ്റ്റോളൻ ഹാർഡ്വെയർ, കള്ളന്മാർ കട്ടെടുത്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ വിൽക്കുന്നത്. തമിഴ്നാടല്ലേ? അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും പോയിട്ട് പല വീടുകളിൽ നിന്നും കവർച്ച രീതിയിൽ കട്ടെടുത്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഈ കടയിൽ കൊടുത്ത് അവരത് വിറ്റ് ഒഴിവാക്കുന്ന അങ്ങനത്തെ സ്റ്റോളൻ എന്ന് പറയുന്നത് സ്റ്റീൽ സ്റ്റോളൻ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ പലവിധ ഹാർഡ്വെയർ സാധനങ്ങൾ. ആൻഡ് ജങ്ക് മെജീഷ്യൻസ് ഉണ്ടാവും. ഹാർഡ്വെയർ ആൻഡ് ജങ്ക് എന്നാൽ തന്നെ ഈ പാട്ട അല്ലെങ്കിൽ ഈ പൊളിഞ്ഞ വണ്ടിയുടെ ഉപകരണങ്ങൾ അതൊക്കെ പാടെ ഉള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകൾ. പിന്നെ മെജീഷ്യൻ, മാന്ത്രികന്മാർ അല്ലെ, മെസ്മറിസം, മാന്ത്രിക വിദ്യയൊക്കെ കാണിക്കുന്ന കുറേ ആൾക്കാർ. ആൻഡ് എബോവ് ആൾ, അതിലെല്ലാം ഉപരി ആൻ ഓപ്ഷണർ, ഒരു ലേലക്കാരനുണ്ട് അവിടെ. ഓപ്ഷണർ എന്ന് പറഞ്ഞാൽ ലേലക്കാരൻ, ഓഫ് ചീപ്പ് ക്ലോത്ത്, വളരെ തുച്ഛമായ വിലയിൽ ഇതെടുത്തോളൂ അതെടുത്തോളൂ 3 ഷർട്ടിനെ 100 രൂപ എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻ നടത്തുന്ന, ലേലം ചെയ്യുന്ന തുണിക്കച്ചവടക്കാർ. പിന്നെ അവരെല്ലാം കൂടി ക്രിയേറ്റർ സൃഷ്ടിച്ചു എനഫ് ഡിൻ, വേണ്ടത്ര ശബ്ദ കോലാഹലങ്ങൾ. ഡിൻ എന്ന ഈ ഒച്ചയും ബഹളും. അപ്പം ഒരുപാട് ഒച്ചയും ബഹളും ഉണ്ടാക്കാൻ ഈ രീതിയിലുള്ള വൈവിധ്യമാർന്ന വ്യത്യസ്തമായ കച്ചവടക്കാരും മുറിവൈദ്യന്മാരും മജീഷ്യന്മാരും ഒക്കെപ്പാടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു തമിഴ്നാടൻ ടൗണാണ് ഇവിടെ ആർ.കെ. നായർ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ആൾ ഡേ, പകൽ മുഴുവൻ ടു അട്രാക്ട്, ആകർഷിപ്പിക്കാൻ ദ ഹോൾ ടൗൺ, ഈ ടൗണിനെ മൊത്തം തന്നിലേക്ക് ആകർഷിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ശബ്ദ കോലാഹലങ്ങളുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പിക്ചറാണ് ആർ.കെ. നാരായൺ ഇവിടെ തരുന്നത്. അങ്ങനെയുള്ള ഒരു റോഡ് സൈഡിൽ വഴിയോരത്ത് ഒരു ജ്യോത്സ്യൻ അഥവാ ഒരു പണിക്കർ, പല സ്ഥലങ്ങളിൽ അതിന് പല പ്രച്ഛകൻ എന്നൊക്കെ പറയും, പല സ്ഥലത്തും പല പേരുകൾ അറിയപ്പെടാറുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പ്രച്ഛകൻ എന്നാണ് പറയുന്നത്, മലബാർ ഭാഗത്തേക്ക് പണിക്കർ എന്ന് പറയും. വേറെ മൊത്തത്തിൽ ഇവരെ ജ്യോത്സ്യർ, അസ്ട്രോളജി എന്ന് പറഞ്ഞ ജ്യോത്സ്യമാണ്. ദാറ്റ് ബ്രാഞ്ച് വിച്ച് സ്റ്റഡീസ് അസ്ട്രോളജി ഈസ് കാൾഡ് അസ്ട്രോളജർ. അത് പഠിച്ച വിദ്വാനെ നമ്മൾ അസ്ട്രോളജർ എന്ന് പറയും. അസ്ട്രോണമി അല്ല കേട്ടോ, അസ്ട്രോണമി വേറെയാണ്. അത് ഭൗമശാസ്ത്രമാണ്, ഭൂമിയും അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നത്. അസ്ട്രോണമി ആൻഡ് അസ്ട്രോളജി ആർ ഡിഫറെൻറ്റ്. അസ്ട്രോണമി വേറെ, അസ്ട്രോളജി വേറെ. അസ്ട്രോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മ നക്ഷത്രം വെച്ച്, രാശി വെച്ച്, ആ രാശി ബലത്തെക്കുറിച്ച് ഭൂതവും വർത്തമാനവും ഭാവിയും പറയുന്ന ഒരു പ്രത്യേക ഭാഗത്തിനെയാണ് നമ്മൾ അസ്ട്രോളജി എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും മാർക്കറ്റിലുള്ള ഒരു ഡോക്ടർമാരെക്കാൾ വരുമാനമുള്ളതാണ് ഈ തൊഴിൽ. അപ്പോൾ ചില കുട്ടികളൊക്കെ ഇന്ന് +2 കഴിഞ്ഞ് അസ്ട്രോളജി പഠിക്കാനൊക്കെ പോകുന്നവരുണ്ട്. എന്നിട്ട് ഒരു അസ്ട്രോളജറായിട്ട് ബോർഡൊക്കെ വയ്ക്കും. അപ്പോൾ മിക്കവാറും ഈ അമ്പലങ്ങളിലെ ദേവപ്രശ്നം അറിയാനൊക്കെ ഇവരെയാണ് വിളിക്കുക. ഇപ്പോൾ ശബരിമലയിൽ ഒക്കെയുള്ള സ്വർണം എരിപ്പോയി എന്നൊക്കെ അറിയാനൊക്കെ ഇനി ദേവപ്രശ്നങ്ങളൊക്കെ വെച്ച് അതുവഴി കണ്ടെത്തുന്ന രീതിയാണ് അമ്പലങ്ങളിലൊക്കെ നടക്കുന്നത്. അതിനെ നമുക്കറിയാം ഈ പ്രത്യേക അഷ്ടമംഗല പ്രശ്നമെന്നും അതുപോലെ താമ്പോല പ്രശ്നമെന്നും ഒക്കെ പറഞ്ഞ് പല ബ്രാഞ്ചുണ്ട് ഇതിനകത്ത്. അപ്പം അങ്ങനെയുള്ള ഒരു വിദ്വാൻ ഈ റോഡ് സൈഡിൽ വന്നിരിക്കാറുണ്ട് ഈ ടൗണിൻ്റെ അഗ്രഭാഗത്ത് എന്നാണ് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിൽക്കാം. ബാക്കി ഇതിന് തുടർച്ച അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ PVN ഗ്ലോബൽ എന്ന് പറഞ്ഞ ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് NIOSുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും അതിൻ്റെ TMAയും അതിൻ്റെ രജിസ്ട്രേഷനും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിങ്ങൾ 2026 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ട്യൂട്ടർമാർക്ക് അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് വെക്കേണ്ട സമയം ലാസ്റ്റ് ഡേറ്റ് വിത്തൗട്ട് ഫൈനൽ അത് ജനുവരി 31 തോന്നുന്നു. അപ്പോൾ ആരെങ്കിലും TMA എഴുതാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ TMA PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. എല്ലാത്തിൻ്റെയും ഏത് സബ്ജക്റ്റിൻ്റെയും TMA നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും. അതിന് ചെറിയൊരു സർവീസ് ചാർജ് വാങ്ങും, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് നോക്കി കയ്യെഴുത്തായിട്ട് പ്രതിയിട്ട് നിങ്ങളുടെ എൻറോൾ നമ്പറിൽ അപ്ലോഡ് ചെയ്യണം. അത് ശ്രദ്ധിക്കുക, അതിൻ്റെ ഡേറ്റ് പോയാൽ അപാര ഫീസാണ് NIOS ഫൈനായിട്ട് വാങ്ങുന്നത്. അപ്പോൾ കഴിയുന്നതും ആ ഡേറ്റിന് മുമ്പേ തന്നെ നിങ്ങളെല്ലാവരും അതിൻ്റെ TMAയും സമർപ്പിക്കണം.
ഇപ്പം ഏതെങ്കിലും കുട്ടികൾക്ക് അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് TMA നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിയിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഫുൾ മാർക്ക് ഏതാണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. എൻ്റെ അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗം അപ്പോൾ നിങ്ങൾ NIOS നമ്മുടെ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാൻ PVN ഗ്ലോബൽ നമ്മൾ ഈ പുതിയ ടെക്സ്റ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് വരും മുറക്കി പോർഷൻ ചെയ്യുന്നതിന് മുമ്പേ. ഓക്കെ, ഗുഡ് ബൈ ടു ഓൾ ഓഫ് യു.